ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് മദ്രാസിയിലെ ഫസ്റ്റ് സിംഗിളാണ് ഗൈസ്. നമ്മുടെ ശിവകാർത്തികേയൻ, AR മുരുകദോസ് ആൻഡ് ഋത്വിക് കോംബോ ചെയ്യുന്ന ആദ്യത്തെ പടം. ശിവകാർത്തികേയൻ ആൻഡ് ഋത്വിക് കോംബോ ആയിട്ട് 7-8 പടം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ആൻഡ് നമ്മുടെ AR മുരുകദോസും അനിരുദ്ധമായിട്ട് എത്ര കോംബോ ആയിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് എ ഫ്രഷ് പെയർ, ഫ്രഷ് കോംബോ. അനിരുദ്ധ് ആൻഡ് AR മുരുകദോസ് ആൻഡ് ശിവകാർത്തികേയൻ. ആൻഡ് അത് മാത്രമല്ല ഗൈസ്, ഈ പാട്ട് പാടിയിരിക്കുന്നത് സായി ബേക്കറാണ്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഗൈസ്, നമുക്ക് സായി ബേക്കർ ആൻഡ് അനിരുദ്ധ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, തുടങ്ങാം. ജസ്റ്റ് ലവ് ഫെയിലിയർ സോങ് ആണ് കേട്ടാ. என்னடா கண்ணு கலங்குது ஆனா வாய் சிரிக்குது. റെമോ ഡോൺ എന്നൊക്കെ എഴുതിച്ചിരിക്കുന്നു. அச்சச்சா பைலா இப்ப நான் சோகமா தானடா பாடணும். சோகம் உனக்கு மட்டும்தான், எங்களுக்கு இல்ல. അനിരുദ്ധ് நீ நல்லா வைபா பாடு. ഏതാ ബീറ്റൊക്കെ? സായി ബേക്കർ. ஏதா பீட்டுக்கு? டான்ஸ் ഒരു രക്ഷയില്ല. പാട്ട് കിടിലൻ സാധനം. ബീറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഒരു രക്ഷയില്ല. കിടിലം. എന്നിട്ട് ഇതൊരു ലവ് ഫെയിലിയർ സോങ് ആണെങ്കിൽ അവർ അങ്ങനെയല്ല അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ലവ് ഫെയിലിയർ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ, കേൾക്കുന്നവർക്ക് വൈബായിരിക്കാം. എന്നിട്ട് പ്രൊമോ ഇട്ടാൽ മതി, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും. കിടിലൻ സാധനം. സായി ബേക്കറിൻ്റെ വോയിസ് അറിയില്ലേ, പുള്ളിയെല്ലാം. അനിരുദ്ധിൻ്റെ ബീറ്റ്, പിന്നെ നമ്മുടെ SKയുടെ ഡാൻസ്. എന്തിനാ മനുഷ്യൻ പുള്ളിയുടെ ഡാൻസ് കളിക്കുന്നുണ്ടാ? പുള്ളി പക്ഷെ ലുക്ക് കണ്ടോ? പുള്ളി എനിക്ക് തോന്നുന്നത് അമരൻ്റെ അകത്ത് മറ്റേ മേജർ ആകുമ്പോൾ ഒരു ലുക്ക് ഉണ്ടല്ലോ, മറ്റേ നരച്ചിട്ടൊക്കെ ആ ഒരു താടിയൊക്കെ വെച്ചിട്ട് ഡൈയൊക്കെ ചെയ്ത്, താടിയൊക്കെ കറക്റ്റ് ബ്ലാക്കിൽ ഫുള്ള് മുടിയൊക്കെ ഒന്ന് ഇത്തിരി വളർത്തി, അത് ഒരാളായിരുന്നു. പക്ഷെ പുള്ളി നല്ല ബൾക്ക് പോയിരിക്കുകയാണ് ഈ പടത്തിൽ. സൈസ് കണ്ടോ പുള്ളിയുടെ?
പുള്ളിയുടെ കിടിലം പടമായിരിക്കും കേട്ടോ ഇത്. AR മുരുകദോസിൻ്റെ കംബാക്ക് ആണെന്നൊക്കെയാണ് ഗൈസ് ഞാൻ കേട്ടത്. കാരണം ഇത് അതുപോലത്തെ രീതിയിലാണ് ഗൈസ്. ഇതിൻ്റെ ആക്ഷൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു ഗജിനി സ്റ്റൈലും ആക്ഷൻ ടൈപ്പൊക്കെ എനിക്ക് തോന്നുന്നു തുപ്പാക്കി അങ്ങനെയാണ് ആക്ച്വലി മുരുകദോസ് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു ഗജിനി ഉണ്ട് തുപ്പാക്കി അങ്ങനെ എന്താ പുള്ളിക്ക് എന്തോ അതിനകത്തുള്ള ക്യാരക്ടറിന് എന്തോ ഒരു മെൻ്റൽ ഡിസോർഡർ അങ്ങനെ മെൻ്റൽ ഡിസോർഡർ അല്ല എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടീസർ നമ്മൾ കണ്ടായിരുന്നു. ബട്ട് അന്നൊന്നും ഞാൻ ഇങ്ങനെ ചാനലിൽ റിയാക്ട് ചെയ്തില്ല. ബട്ട് നമ്മൾ എൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്യും. ഇത് സെപ്റ്റംബറിലല്ലെങ്കിൽ ദീപാവലി ആ ഒരു ടൈമിൽ ഇറങ്ങാനിരിക്കുന്ന ഒരു പടമാണ് SKയുടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. കിടിലൻ പടമായിരിക്കും തോന്നുന്നു. നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇടയ്ക്ക് വന്ന് നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞ് എല്ലാ പടം ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്യാത്തത് നമുക്കറിയാത്ത പടം ഗൈസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് ചുമ്മാ ട്രെയിലർ കണ്ടാൽ മതി. ഞാൻ ഈ പടം എല്ലാം കാണുന്നതുകൊണ്ടാണ് ഗൈസ് എനിക്കിതൊക്കെ അറിയുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ബൈ ബൈ.